എല്ലാവർക്കും നമ്മുടെ ആറ്റൂർ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ആറ്റൂർ ഗാർഡൻസിലെ കുറച്ച് വൈറ്റ് പോട്ടുകളെ പരിചയപ്പെട്ടാലോ? എല്ലാ ദിവസവും നമ്മൾ ചെടികളാകുമ്പോഴത്തേക്ക് എല്ലാവരും ബോറടിക്കും അല്ലേ? അപ്പൊ ഇന്ന് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വൈറ്റ് തീമിൽ ഉള്ള കുറെ പോട്ടുകളെയാണ് ആറ്റൂർ ബ്ലോഗ്സിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമ്മളിന്ന് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ബുദ്ധ പോട്ട് തന്നെയാണ്. നമ്മുടെ ബുദ്ധ പോട്ടിന്റെ വൈറ്റ് തീമിലുള്ള ചെറിയ പോട്ടാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എന്ത് രസമല്ലേ ഈ ബുദ്ധ പോട്ട് കാണാനായിട്ട്. ഇതിന്റെ അകത്ത് ചെറിയ ഒരു ഇന്നറും ഉണ്ട്. നമുക്ക് പീസ് ലില്ലിയോ പിന്നെ ടേബിൾ പാമോ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഓഫീസ് പോട്ടായിട്ട്, അതായത് ടേബിൾ പോട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പോട്ടാണ് ബുദ്ധ പോട്ട്. എന്ത് ഭംഗിയല്ലേ, നല്ല രസമുണ്ടല്ലേ ബുദ്ധ പോട്ട് കാണാനായിട്ട്. അപ്പൊ നമുക്കിനി അടുത്ത പോട്ടിനെ പരിചയപ്പെട്ടാലോ? ബുദ്ധ പോട്ടിൽ ഞാൻ ഇവിടെ ഒരു പീസ് ലില്ലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാക്കണ്ട, നമ്മളിപ്പോ കാണിച്ച ബുദ്ധ പോട്ടിന്റെ വലുതാണിത്. അതിനകത്ത് നമുക്ക് ഇതേപോലെ പീസ് ലില്ലി സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൽ വരുന്നതാണ് പീസ് ലില്ലി. കണ്ടോ, എന്താ ഭംഗിയല്ലേ. ഈ പോട്ടുകളെല്ലാം തന്നെ നല്ല വിലക്കുറവിൽ നമ്മുടെ ആറ്റൂർ ഗാർഡൻസിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് വഞ്ചി പോട്ട്. ഇന്നലെ നമ്മൾ വഞ്ചി പോട്ടിൽ മണി പ്ലാന്റ് കണ്ടില്ലായിരുന്നോ? ആ മണി പ്ലാന്റ് ഇട്ട് വെക്കാൻ പറ്റിയ വഞ്ചി പോട്ട്, വൈറ്റ് വഞ്ചി പോട്ട് ടേബിൾ പോട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓഫീസ് ടേബിളിലൊക്കെ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. വഞ്ചി പോട്ടിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മുടെ ആറ്റൂർ ഗാർഡൻസിൽ അവൈലബിൾ ആണ്. ഇതാ ഇങ്ങനെയാണ് വഞ്ചി പോട്ട് ഇരിക്കുന്നത്. കണ്ടോ, ചെറിയൊരു പോട്ട് നമ്മുടെ ടേബിളിലൊക്കെ ചെറുതായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ, ചെറിയ സ്പേസിൽ വെക്കാൻ പറ്റിയ ഒരു പോട്ടാണ് വഞ്ചി പോട്ട്. ഇത് കണ്ടോ, ഇത് ഒരു ടേബിൾ പോട്ടായിട്ട് വെക്കാൻ പറ്റുന്നതാണ്. വേസ്റ്റ് പോട്ട് എന്ന് പറയും ഇതിന്. കണ്ടോ, കുഞ്ഞ് സ്പേസ്, നല്ല രസമുണ്ടല്ലേ ഈ പോട്ട് കാണാനായിട്ട്. ഇന്നത്തെ പോട്ടുകളെല്ലാം വൈറ്റ് തീമിലുള്ളതാണ്. ഇത് അടുത്ത് ഒരു കോർണർ സ്റ്റാൻഡ് പോട്ടാണ്. ഇത് കണ്ടോ, കോർണർ സ്റ്റാൻഡായിട്ട് വെക്കാൻ പറ്റുന്ന പോട്ടാണ്. ഇതേപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഫ്ലവർ വേസുകളൊക്കെ വെക്കാൻ പറ്റിയ ഒരു പോട്ടാണിത്. മൂൺ പോട്ടാണ്. ഈ മൂൺ പോട്ട് വരുന്നത് ഇന്നറോട് കൂടിയാണ്. അകത്ത് നമുക്കിതെല്ലാം ഈ ഇൻഡോർ പോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സെൽഫ് വാട്ടറിംഗ് പോട്ടാണ്. ഇതിന്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ബാക്കി വെള്ളം ഇതിനകത്ത് കളക്ട് ചെയ്ത് വെക്കും. കുറച്ച് ദിവസം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഈ വെള്ളം ഇതിനകത്ത് കളക്ട് ചെയ്ത് വെച്ചിരുന്നാലും വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയുള്ള പോട്ടുകളാണ് ഈ പോട്ടുകളായിട്ട് വരുന്നത്. ഇനി നമുക്ക് വേറൊരു പോട്ടിനെ പരിചയപ്പെട്ടാലോ? ഇതാണ് ഗാലക്സി പോട്ട്. അരീക്ക പാമ്പൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പോട്ടാണ് ഗാലക്സി പോട്ട്. നല്ല അടിപൊളി ഒരു പോട്ടാണ്. എങ്ങനെയുണ്ടല്ലേ, നല്ലതല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യണം. നമ്മുടെ ആറ്റൂർ ഗാർഡൻസിലുള്ള വൈറ്റ് തീമിലുള്ള പോട്ടുകളുടെ കളക്ഷൻസ് അത്യാവശ്യം ഞാൻ എല്ലാം കവർ ചെയ്തെന്നാണ് തോന്നുന്നത്. ഇനി ഇതിൽ കൂടുതൽ കളക്ഷനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ വൈറ്റ് തീമിലുള്ള പോട്ടുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ നമ്മുടെ ആറ്റൂർ ഗാർഡൻസിൽ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ചെടികളെയോ പോട്ടുകളെയോ കുറിച്ചുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റിലൂടെ നിങ്ങൾ ചോദിക്കുക, ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ആറ്റൂർ ബ്ലോഗ്സിനെയും നമ്മുടെ ആറ്റൂർ ഗാർഡനെയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.